ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പ് തെരഞ്ഞെടുപ്പ് 6 മാസത്തിനുള്ളിലെന്ന് സെക്രട്ടറി ടി പ്രവീൺ. നിലവിൽ കോയമ്പത്തൂരിൽ നിന്നുള്ള തിമോത്തി രവീന്ദ്രനും അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായി ടി പ്രവീണും ചുമതല വഹിക്കും. സുപ്രീംകോടതി വിധി അനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം പുതിയ ഭരണസമിതി ചുമതലയേറ്റത്. 15 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചേർന്നതാണ് പുതിയ ഭരണസമിതി. സുപ്രീം കോടതി ഈ മാസം 2-ന് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം പുനഃസ്ഥാപിച്ച ദക്ഷിണേന്ത്യ മഹാ ഇടവക സിനഡ് നിർവാഹക സമിതിയാണ് കോയമ്പത്തൂരിൽ നിന്നുള്ള തിമോത്തി രവീന്ദ്രനെ ബിഷപ്പായും ടി പ്രവീണിനെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തത്. ജനാധിപത്യപരമായി പുതിയ ബിഷപ്പിനെയും ഭരണസമിതിയെയും 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധികാരത്തിൽ വരുമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ടി പ്രവീൺ പറഞ്ഞു. സിനഡ് എക്സിക്യൂട്ടീവ് കൂടി ദക്ഷിണ കേരള മഹാ ഇടവകയിൽ താൽക്കാലികമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്തെന്നാൽ 6 മാസത്തിനകത്ത് വളരെ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുവാൻ വേണ്ടി മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഈ 6 മാസത്തിനകത്ത് നടക്കുന്നതിനും ബഹുമാനപ്പെട്ട സിനഡ് ഒരു റിട്ടയേർഡ് ജഡ്ജിനെ മേൽനോട്ടത്തിന് നിയോഗിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജനാധിപത്യപരമായ സുതാര്യമായ കർക്കശമായ ഒരു തെരഞ്ഞെടുപ്പ് 10 ലക്ഷത്തോളം ജനം വരുന്ന ഈ ദക്ഷിണ കേരള മഹാ ഇടവകയിൽ 6 മാസത്തിനകത്തും ഉണ്ടാകുമെന്നും ഈ ഭരണസമിതി തന്നെ തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും. കഴിഞ്ഞ വർഷം ഏപ്രിൽ 12-ന് മദ്രാസ് ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് വിധി അനുസരിച്ചാണ് ദക്ഷിണേന്ത്യ മഹാ ഇടവകയിലെ സിനഡ് ഭാരവാഹികൾ സ്ഥാനമൊഴിഞ്ഞത്. തുടർന്ന് കോടതി നിയോഗിച്ച 2 വിരമിച്ച ജഡ്ജിമാർക്കായിരുന്നു ചുമതല. ഭാരവാഹി തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് നിയോഗിച്ച കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിർത്തിവെച്ചു. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരം പുതിയ ഭരണസമിതി അധികാരത്തിൽ വരികയായിരുന്നു. ജനം, തിരുവനന്തപുരം.